എല്ലാവർക്കും നമസ്കാരം. സുലൂസ് ടി കെ ട്രിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് PSC ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ചുരങ്ങൾ എന്ന പാഠഭാഗമാണ്. ഓർത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ പാഠഭാഗം നമുക്ക് കോഡിലൂടെ എങ്ങനെ മറക്കാത്ത രീതിയിൽ പഠിക്കാമെന്ന് നോക്കാം. 1. നാഥുല ചുരം. നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹിമാലയൻ ചുരമാണ് നാഥുല ചുരം. നാഥുല ചുരം പേര് പഠിച്ചോണം, മറന്നു പോകരുത്. ചുരത്തിൻ്റെ എല്ലാ പേര് നമ്മൾ പഠിച്ചേ പറ്റൂ. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഹിമാലയൻ ചുരമായ നാഥുല ചുരം. നമുക്ക് ഇത് മറന്നു പോകാതിരിക്കാനായിട്ട് എങ്ങനെ കോഡിലൂടെ പഠിക്കാമെന്ന് നോക്കാം. സിക്കിമിന് നമ്മളൊരു കോഡ് കൊടുക്കുന്നു, കിം. കിം എന്ന് പറഞ്ഞാൽ എന്താണ്? സിക്കിമാണെന്ന് ഓർത്തോണം. നമ്മളുടെ കോഡാണ് സിക്കിമിൻ്റെ കോഡ് കിം. എല്ലാവർക്കും അറിയാം. നോർത്ത് കൊറിയയുടെ പ്രസിഡൻ്റായ കിമ്മിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് നമ്മുടെ സിക്കിമിൻ്റെ കിം. ടിബറ്റിന് നമ്മൾ കൊടുക്കുന്ന കോഡാണ് ടി. ടിബറ്റിൻ്റെ കോഡ് ടി. ടി എന്ന് പറഞ്ഞാൽ ചായ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ടിബറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഹിമാലയൻ ചുരങ്ങൾ പഠിക്കുന്ന ഭാഗത്ത് ടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ടിബറ്റ്. ഇതാണ് കോഡ്. നാഥനായ കിം ടീ കുടിക്കാൻ ചുരമിറങ്ങി വന്നു. നാഥനായ കിം ടീ കുടിക്കാൻ ചുരമിറങ്ങി വന്നു. നമ്മുടെ ആസമിൽ വന്നാൽ നല്ല ഒന്നാം തരം ടീ കിട്ടുമെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. നാഥനായ എന്ന് പറഞ്ഞാൽ നാഥുല, കിം എന്ന് പറഞ്ഞാൽ സിക്കിം, ടീ എന്ന് പറഞ്ഞാൽ ടിബറ്റ്. അപ്പോൾ നാഥുല ചുരത്തിലൂടെ ആര് വന്നു? കിം വന്നു. എന്തിന്? ടീ കുടിക്കാൻ. ജലപ്ല ചുരം. സിക്കിം ലാസ. സിക്കിമിൽ നിന്നും ലാസയിലേക്ക് പോകുന്ന ചുരമാണ് ജലപ്ല ചുരം. സിക്കിമുമായി ബന്ധപ്പെട്ടുള്ള 2 ചുരങ്ങളാണ് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്നത്. രണ്ടാമത്തെ ചുരമാണ് ജലപ്ല ചുരം. അത് സിക്കിമിൽ നിന്നും ലാസയിലേക്കുള്ളതാണ്. കോഡ് പഠിക്കും. ജലപ്ല ചുരത്തിന് നമ്മളൊരു കോഡ് കൊടുക്കുന്നു. അതാണ് ജലജ. പഠിച്ചു വെക്കുക. ജലജ എന്ന് പറഞ്ഞാൽ ആരാണ്? ജലപ്ല ചുരമാണ്. സിക്കിമിൻ്റെ കോഡ് അറിയാം, കിം. ലാസയ്ക്ക് നമ്മളൊരു കോഡ് കൊടുക്കുന്നു, ലസ്സി. ലാസയുടെ കോഡ് ലസ്സി. നമുക്ക് ലസ്സി എന്ന് പറഞ്ഞാൽ അറിയാം, കുടിക്കുന്ന ഒരു സാധനമാണ്, തൈരുകൾ ഉണ്ടാക്കുന്ന ലസ്സി. ഇതാണ് കോഡ്. കിം ജലജയുടെ കയ്യിൽ നിന്ന് ലസ്സിയും കുടിച്ച് മടങ്ങി. കിം എന്ന് പറഞ്ഞാൽ സിക്കിം, ജലജ എന്ന് പറഞ്ഞാൽ ജലപ്ല ചുരം, ലസ്സി എന്ന് പറഞ്ഞാൽ ലാസ. അപ്പോൾ ഈ 2 കോഡിലൂടെ നമുക്ക് സിക്കിമിൽ നിന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന 2 ചുരങ്ങൾ മറന്നു പോകാത്ത രീതിയിൽ പഠിക്കാൻ പറ്റും. മന ചുരം. 4. ലിപുലേഖ് ചുരം. ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന 2 ചുരങ്ങളാണ് മന ചുരം ആൻഡ് ലിപുലേഖ് ചുരം. മാനസ് സരോവർ, കൈലാസ് യാത്ര ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ഈ 2 ചുരവും ചോദിക്കുന്നതാണ്. ഒരിക്കലും മറക്കാത്ത രീതി നമുക്ക് കോഡിലൂടെ എങ്ങനെ പഠിക്കാം. മന ചുരം. ഈ മന എന്ന് പറയുന്ന ചുരത്തിന് നമ്മൾ കൊടുക്കുന്ന കോഡാണ് മാനസ. മാനസ എന്ന് പറഞ്ഞാൽ മന. ലിപുലേഖ് ചുരം ഉത്തരാഖണ്ഡിനുള്ള കോഡാണ് ഉത്തര. ഉത്തര എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡ്. പിന്നെ ടിബറ്റിൻ്റെ കോഡ് നമുക്കറിയാം, ടി. ടിബറ്റ് എന്ന് പറഞ്ഞാൽ ടി. ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. മാനസ ഉത്തരയുടെ ലിപ്പിലേക്ക് ടി നൽകി. ഒരു കുഞ്ഞു കോഡ് പഠിച്ചാൽ മതി. മാനസ ഉത്തരയുടെ ലിപ്പിലേക്ക് ടി നൽകി. മാനസ എന്ന് പറഞ്ഞാൽ മനാചുരം, ഉത്തര എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡ്, ലിപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ ലിപുലേഖ് ചുരം, ടി എന്ന് പറഞ്ഞാൽ ടിബറ്റ്. മാനസ അമ്മയും ഉത്തര അതിൻ്റെ കുഞ്ഞുമാണ്. ആ കുഞ്ഞിൻ്റെ ലിപ്പിലേക്ക് മാനസ എന്ന് നൽകുന്നു, ടി നൽകുന്നു. സുന്ദരമായിട്ട് പഠിച്ചു വെച്ചോളൂ. 2 ചുരങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കും, ഒരു കാലത്തും പോവില്ല. ഖൈബർ ചുരം. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. പൗരാണികമായ സിൽക്ക് റോഡിൻ്റെ ഭാഗമായിരുന്ന ചുരമാണ് ഖൈബർ ചുരം. ഏഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചുരമാണ് ഖൈബർ ചുരം. അതുകൊണ്ട് തന്നെ അതിന് പ്രധാനപ്പെട്ട ചുരമാണ് ഖൈബർ ചുരം. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. നമ്മളിതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് കാണിക്കാം. പാകിസ്ഥാൻ്റെ ഈ കെ നമ്മളിങ്ങനെ എടുക്കുന്നു, അഫ്ഗാനിസ്ഥാൻ്റെ എച്ച് നമ്മളിങ്ങനെ എടുക്കുന്നു, പാകിസ്ഥാൻ്റെ ഈ ഐ നമ്മളിങ്ങനെ എടുക്കുന്നു,
അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള കാബൂളിൻ്റെ ഈ ബി നമ്മൾ എടുക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഖൈബർ ചുരത്തിൻ്റെ ഖൈബ് എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ കെയും അഫ്ഗാനിസ്ഥാൻ്റെ എച്ചും പാകിസ്ഥാൻ്റെ ഐയും കാബൂളിൻ്റെ ബിയും ചേർത്ത് നമ്മളോട് എത്തുന്നു, ഖൈബറിലേക്ക് എത്തുന്നു. ഖൈബർ ചുരം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ മറക്കണ്ട. ബോലാൻ ചുരം പാകിസ്ഥാൻ. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏത്? ബോലാൻ ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് ബോലാൻ ചുരം. ചുരം എവിടെയാണ്? പാകിസ്ഥാനിലാണ്. നമ്മൾ പഠിച്ചു വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബോലാൻ എന്ന് പറയുന്നത് ഒരു നദിയുടെ പേരാണ്. ബോലാൻ ഒരു നദിയുടെ പേരാണ്. ആ നദി എവിടെ ഒഴുകുന്നു? ഈ ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് എന്ത്? ബോലാൻ നദി. അപ്പോൾ ബോലാൻ എന്ന് പറയുന്നത് ഒരു നദിയുടെ പേരാണ്. ആ നദി ഒരു ചുരത്തിലൂടെയാണ് ഒഴുകുന്നത്. ആ ചുരത്തിൻ്റെ പേരെന്താണ്? ബോലാൻ ചുരം എന്നാണ്. ഇതെവിടെയാണ്? പാകിസ്ഥാനിലാണ്. ഈ ചുരമാണ് എന്ത്? ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ബോലാൻ ചുരമാണ്. അതൊരു നദിയുടെ പേരാണെന്ന് ഓർത്ത് വെക്കുക, മറക്കാം. സോജില ചുരം. ശ്രീനഗർ, കാർഗിൽ, ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായ ശ്രീനഗറും നമ്മുടെ യൂണിയൻ ടെറിട്ടറിയായ ലഡാക്കിൻ്റെ ഭാഗമായ കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരത്തിൻ്റെ പേരാണ് സോജില ചുരം. സോജില ചുരം നമുക്ക് എങ്ങനെ മറന്നു പോകാതെ കൂടുതൽ പഠിക്കാൻ നോക്കാം. ശ്രീനഗറും കാർഗിലും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ശ്രീനഗറിന് നമ്മൾ നൽകുന്ന കോഡാണ് ശ്രീകുമാർ. പഠിച്ചോണം. ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീനഗറിന് നൽകുന്ന കോഡാണ് ശ്രീകുമാർ. കാർഗിലിൻ്റെ കോഡ് കാർ. കുഴപ്പമില്ലല്ലോ, കാർ. കാർഗിൽ കാർ. ശ്രീകുമാർ സോജിയുടെ ലാൻസർ കാറിൽ ചുരമിറങ്ങി. ഇതാണ് ശ്രീകുമാർ സോജിയുടെ ലാൻസർ കാറിൽ ചുരമിറങ്ങി. ശ്രീകുമാർ മീൻസ് ശ്രീനഗർ. സോജിയുടെ ലാൻസർ സോജില. സോജിയുടെ ലാൻസർ സോജില. കാറിൽ കാർഗിൽ. ചുരമിറങ്ങി ചുരം. അപ്പോൾ ഈ ഒരു കോഡ് പഠിച്ചാൽ സോജില ചുരം നമ്മുടെ കയ്യിലിരിക്കും. കാരക്കോറം ചുരം. ലഡാക്ക്, ചൈന. ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യ ചൈന ചുരമാണ് കാരക്കോറം ചുരം. നമ്മുടെ സിയാച്ചിൻ വിഷയത്തെ തുടർന്ന് ഇപ്പോൾ പ്രവർത്തനത്തിലല്ലാത്ത ചുരമാണ് കാരക്കോറം ചുരം. നമുക്കിതിൻ്റെ കോഡ് നോക്കാം. ലഡാക്ക്, ചൈന. ലഡാക്കിൻ്റെ കോഡ് LADAKH. ഈ ലഡാക്കിൻ്റെ ഈ ഡി അങ്ങോട്ട് ഒഴിവാക്കി ഈ എ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ ചേർക്കുന്നു. എന്തായി? ലേഖ എന്ന് കിട്ടി. ലഡാക്കിൻ്റെ കോഡ് ലേഖ. ചൈനയുടെ കോഡ്, ചൈനയുടെ ഈ എൻ നമ്മൾ ഒഴിവാക്കും. എന്നിട്ട് ഈ എ എടുത്ത് ഇപ്പുറത്തിടുന്നു. അപ്പോൾ എന്ത് കിട്ടി? ചായ് എന്ന് കിട്ടി. ചായ് എന്ന് കിട്ടി. ലഡാക്കിൻ്റെ കോഡ് ലേഖ, ചൈനയുടെ കോഡ് ചായ്. ഇപ്പോൾ പഠിച്ചില്ലേ? ലഡാക്കിൻ്റെ കോഡ് ലേഖ, ചൈനയുടെ കോഡ് ചായ്. ഇതാണ് കോഡ്. ലേഖ ചായയുടെ കയ്യും പിടിച്ച് ചുരം കയറി. ലേഖ ചായയുടെ കയ്യും പിടിച്ച് ചുരം കയറി. ലേഖ എന്ന് പറഞ്ഞാൽ ലഡാക്ക്, ചായ് മീൻസ് ചൈന. കയ്യും പിടിച്ച് കയറി. കയ്യും പിടിച്ച് കയറി എന്ന് പറഞ്ഞാൽ കാരക്കോറം. കയ്യും പിടിച്ച് കയറി എന്ന് പറഞ്ഞാൽ കാരക്കോറം, ചുരം കയറി. ലേഖ ചായയുടെ കയ്യും പിടിച്ച് ചുരം കയറി. കാരക്കോറം ചുരം, ലഡാക്ക് ടു ചൈന. ബോർഘട്ട് ചുരം. മുംബൈ, പൂന. മുംബൈയിൽ നിന്നും പൂനെയിലേക്കുള്ള ചുരമാണ് ബോർഘട്ട് ചുരം. നമ്മൾ ഈ മുംബൈയും പൂനെയും കൂടെ ഒന്നിപ്പിച്ച് ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. കോഡ് ഇതാണ്: മൂപ്പൻ. മുംബൈയുടെ മൂവും പൂനെയുടെ പിയും എയും എന്നും ചേർത്ത് മൂപ്പനെ നമ്മൾ സൃഷ്ടിക്കുകയാണ്. മുംബൈയുടെ മൂവും പൂനെയുടെ പിയും യുവും എന്നും ചേർത്ത് നമ്മൾ എന്തുണ്ടാക്കി? മൂപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. മൂപ്പൻ. ഇതാണ് കോഡ്. ബോർ ചുരത്തിൽ മൂപ്പൻ തൂങ്ങി. ബോർ ചുരത്തിൽ മൂപ്പൻ തൂങ്ങി എന്ന് പഠിച്ചോളൂ. ഒരു ചുരം പോക്കറ്റിലാവും. ബോർ ചുരത്തിൽ മൂപ്പൻ തൂങ്ങി. ബോർ എന്ന് പറഞ്ഞാൽ ബോർഘട്ട് ചുരം. മൂപ്പൻ എന്ന് പറഞ്ഞാൽ മുംബൈ ടു പൂന. മുംബൈ ടു പൂനെയിലേക്കുള്ള ചുരമാണ് ബോർഘട്ട് ചുരം. താൽഘട്ട് ചുരം. മുംബൈ, നാസിക്. മുംബൈയിൽ നിന്നും നാസിക്കിലേക്കുള്ള ചുരമാണ് താൽഘട്ട് ചുരം. നമ്മൾ ഇതിന് കൊടുക്കുന്ന കോഡ് കണ്ടോണം. മുംബൈ, നാസിക്. മുംബൈ നാസിക്കിന് നമ്മളൊരു കോഡ് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ മുംബൈ പൂനെയ്ക്ക് ഒരു കോഡ് കൊടുത്തിരുന്നു, മൂപ്പൻ എന്ന്. ഇവിടെ നമ്മൾ വേറെ കോഡ് കൊടുക്കുന്നു. മനോഹരമായൊരു കോഡ് കണ്ടോ.
മുംബൈയുടെ മൂ നമ്മളിങ്ങനെ എടുത്തു. നാസിക്കിൻ്റെ എസ് ആദ്യം എടുത്തു, ഐ രണ്ടാമതെടുത്തു, കെ മൂന്നാമതെടുത്തു, എ നാലാമതെടുത്തു, എൻ അഞ്ചാമതെടുത്തു. മൂഷികൻ എന്നൊരു കോഡ് നമുക്ക് കിട്ടി. മുംബൈ നാസിക് എന്നുള്ളതിന് നമുക്കൊരു മനോഹരമായ കോഡ് കിട്ടി, മൂഷികൻ. ഇതാണ് നമ്മുടെ കോഡ്. മൂഷികൻ താലി കെട്ടി ചുരമിറങ്ങി. മൂഷികൻ താലി കെട്ടി ചുരമിറങ്ങി. മൂഷികൻ എന്ന് പറഞ്ഞാൽ മുംബൈ നാസിക്, താലി കെട്ടി എന്ന് പറഞ്ഞാൽ താൽക്കട്ട് ചുരം. മൂഷികൻ താലി കെട്ടി ചുരമിറങ്ങിയെന്ന കോഡ് സിമ്പിളായി പഠിച്ചോളൂ. ഈ ചുരം നമ്മളുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. ബനിഹാൾ ചുരം, ജമ്മു ശ്രീനഗർ, ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ബനിഹാൾ ചുരം. ആ ചുരം പീർപ്പാഞ്ചൽ മേഖലയിലാണ്. നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കോഡ് കൊടുക്കുന്നുണ്ട്, കണ്ടോണം. ജമ്മുവിന് നമ്മളൊരു കോഡ് കൊടുക്കുന്നുണ്ട്, അതാണ് ജുമ. ജമ്മുവിൻ്റെ ഈ കുനിപ്പെടുത്ത് ഇപ്പുറത്തിരുന്നു, ഇമ്മയുടെ ഒരു മാ കളയുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? ജുമ എന്നൊരു കോഡ് കിട്ടുന്നു. അപ്പോൾ ഓർത്തോണം, നമ്മളിതിനെല്ലാം പുതിയ പുതിയ കോഡ് കൊടുക്കുന്നുണ്ട്, അത് ഒരിക്കലും മറന്നു പോകരുത്. ജുമ എന്ന് പറഞ്ഞാൽ ജമ്മു. ശ്രീനഗറിൻ്റെ കോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ശ്രീകുമാർ. ഇതാണ് കോഡ്. ജുമയെ അന്വേഷിച്ച ശ്രീകുമാർ ബനിഹാൾ ചുരത്തിൽ കണ്ടെത്തി. ജുമയെ അന്വേഷിച്ച ശ്രീകുമാർ ബനിഹാൾ ചുരത്തിൽ കണ്ടെത്തി. ജുമ എന്ന് പറഞ്ഞാൽ ജമ്മു, ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ശ്രീനഗർ. ബനിഹാൾ ചുരത്തിൻ്റെ പേര് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബനിഹാൾ ചുരത്തിൽ കണ്ടെത്തി. ചുരത്തിൻ്റെ പേര് മറന്നു പോകരുത്, ബനിഹാൾ. ബനിഹാൾ ചുരത്തിൽ ആര് കണ്ടെത്തി? ശ്രീകുമാർ ജുമയെ കണ്ടെത്തി. ഷിപ്കില ചുരം, ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. ഹിമാചൽ പ്രദേശിനെ ടിബറ്റ് അഥവാ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരത്തിൻ്റെ പേരാണ് ഷിപ്കില ചുരം. ഇപ്പോൾ പ്രദേശവാസികൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ചുരമാണ് ഷിപ്കില ചുരം. കോഡ് നോക്കാം. ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് നമുക്ക് കൊടുക്കുന്ന കോഡാണ് ഹിമ. ഹിമ എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശ്. ഇനി മറക്കണ്ട, ഹിമാചൽ പ്രദേശ്. ടിബറ്റ്, ടിബറ്റിൻ്റെ കോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ടി ഫോർ ടിബറ്റ്. ടിബറ്റിൻ്റെ കോഡ് ടി ആണെന്നറിയാം. ഹിമ ഷിപ്കില ചുരത്തിൽ ടീ വിൽക്കുന്നു. സിമ്പിൾ കോഡാണ്. ഹിമ ഷിപ്കില ചുരത്തിൽ ടീ വിൽക്കുന്നു എന്ന് പഠിച്ചു വെച്ചാൽ ഓക്കെ. ഷിപ്കില പിന്നെ മറക്കില്ല. ഹിമ മീൻസ് ഹിമാചൽ പ്രദേശ്. ഷിപ്കില ചുരത്തിൽ അവിടെ കിടപ്പുണ്ട്, ചുരത്തിൻ്റെ പേര് അവിടെ കിടപ്പുണ്ട്. ടി മീൻസ് ടിബറ്റ്, നമുക്കറിയാം. ഹിമ ഷിപ്കില ചുരത്തിൽ ടീ വിൽക്കുന്നു. ഷിപ്കില ചുരം. ബാരാലാച്ചാല ചുരം. ബാരാലാച്ചാല ചുരം എന്നും ബാരാലാച്ച ചുരം എന്നും അറിയപ്പെടുന്ന ചുരമാണ് ബാരാലാച്ചാല ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കും. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരത്തിൻ്റെ പേരാണ് ബാരാലാച്ചില ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരത്തിൻ്റെ പേരാണ് ബാരാലാച്ചില ചുരം. ഇതാണ് നമ്മുടെ കോഡ്. ഹിമാചൽ പ്രദേശിൻ്റെ കോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹിമ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഹിമയാണ് ഹിമാചൽ പ്രദേശിൻ്റെ കോഡ്. ലഡാക്കിൻ്റെ കോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ലേഖ അല്ലേ? ഇനി ഇത് പഠിച്ചോളൂ. ഹിമയും ലേഖയും കൂടി ബാരാലാച്ച ചുരത്തിൽ തട്ടുകട നടത്തുന്നു. ഹിമയും ലേഖയും കൂടി ബാരാലാച്ച ചുരത്തിൽ തട്ടുകട നടത്തുന്നു. കൂടി പഠിച്ചാൽ ഒരു കാരണവശാലും ബാരാലാച്ച നിങ്ങളെ വിട്ട് പോകത്തില്ല. ഹിമയും ലേഖയും കൂടി ബാരാലാച്ച ചുരത്തിൽ തട്ടുകട നടത്തുന്നത് പഠിച്ചാൽ ഈ കോഡ് ഒരു കാലത്തും മറക്കില്ല. ദബ്സ ചുരം. ദബ്സ ചുരം എന്ന് പറയുന്നത് കുളു സ്പിതി. നമ്മുടെ ഹിമാചൽ പ്രദേശിലെ 2 ജില്ലകളാണ് കുളു സ്പിതി എന്ന് പറയുന്നത്. ഇത് രണ്ടും ടൂറിസ്റ്റ് പ്ലേസുകളാണ്. കുളു സ്പിതി എന്ന് പറയുന്നത്. കുളു സ്പിതി മണാലിയൊക്കെ നമ്മുടെ ആളുകൾ അവിടെ ടൂറിന് പോകുന്ന സ്ഥലങ്ങളാണ്. പലർക്കും പരിചയമുള്ള സ്ഥലമാണ് കുളു സ്പിതി. ഇവിടെ ദബ്സ എന്നാണ് എന്തിൻ്റെ പേര്? ചുരത്തിൻ്റെ പേര്. നോക്കാം. ദബ്സ എന്നുള്ളതിനെ നമ്മളൊരു കോമായിട്ട് പഠിക്കുന്നു. BSA എന്ന് നമ്മൾ പഠിക്കുന്നു. BSA ബൈക്ക് കുളുവിൽ നിന്നും സ്പിതിയിലേക്ക് പറക്കുന്നു. ഇതാണ് നമ്മുടെ കോഡ്. BSA ബൈക്ക് കുളുവിൽ നിന്നും സ്പിതിയിലേക്ക് പറക്കുന്നു. അപ്പോൾ കുളുവിൽ നിന്ന് സ്പിതിയിലേക്ക് ബൈക്ക് പറക്കുവാണ്. ഏത് ബൈക്ക്? ഇപ്പോൾ ഇന്ത്യയിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ബൈക്കാണ് ഏത്? BSA ബൈക്ക്. അപ്പോൾ ഈ കോഡ് പഠിച്ചാൽ മതി. ദബ്സ ചുരം നമുക്ക് കയ്യിലിരിക്കും. BSA ബൈക്ക് കുളുവിൽ നിന്നും സ്പിതിയിലേക്ക് പറക്കും. ഉംലിംഗ് ലാ ചുരം. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഏത്? ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന
ഗതാഗത യോഗ്യമായ ചുരം ഏതെന്ന ഒരു PSC ചോദ്യമാണ്. അതിൻ്റെ ഉത്തരമാണ് ഉംലിംഗ്ല ചുരം. ഉംലിംഗ്ല ചുരം എവിടെയാണ്? ലഡാക്കിലാണ് ഉംലിംഗ്ല ചുരം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരമാണ് ഉംലിംഗ്ല ചുരം. ഓർത്തിരിക്കാനൊരു ചെറിയ കാര്യം പറയാം. ആകാശത്തെ ഉമ്മ വയ്ക്കുന്നു, ഉംലിംഗ്ല ചുരം. ആകാശത്തെ ഉമ്മ വയ്ക്കുന്നു, ഉംലിംഗ്ല ചുരം. ബോംഡില ചുരം. ബോംഡില ചുരം അരുണാചൽ പ്രദേശ് ലാസ, തിബറ്റിലെ ലാസയുമായി അരുണാചൽ പ്രദേശ്, നമ്മുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനത്തെ ബന്ധിപ്പിക്കുന്ന ചുരത്തിൻ്റെ പേരാണ് ബോംഡില ചുരം. നോക്കാം. അരുണാചൽ പ്രദേശിൻ്റെ കോഡ് എന്താണ്? അരുൺ. സിമ്പിൾ അല്ലേ? അരുണാചൽ പ്രദേശിൻ്റെ കോഡ് അരുൺ. ലാസയുടെ കോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ലസി. അരുണാചൽ പ്രദേശിൻ്റെ കോഡാണ് അരുൺ, ലാസയുടെ കോഡാണ് ലസി. അരുൺ ലസി വിൽക്കുന്നു ബോംഡില ചുരത്തിൽ. അരുൺ എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ്, ലസി എന്ന് പറഞ്ഞാൽ ലാസ. എവിടെ വിൽക്കുന്നു? ബോംഡില ചുരത്തിൽ വിൽക്കുന്നു. ബോംഡില ചുരത്തിൽ അരുൺ ലസി വിൽക്കുന്നു. കോഡ് പഠിച്ചാൽ മതി. ഈ ചുരം നമ്മളെ വിട്ട് പോകത്തില്ല. ദിഫു ചുരം, DIPHU, ദിഫു ചുരം. ഇന്ത്യ, ചൈന, മ്യാൻമാർ. ഇന്ത്യ, ചൈന, മ്യാൻമാർ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന 3 രാജ്യങ്ങളുടെയും ബോർഡറിൽ വരുന്ന ഒരു ചുരമുണ്ട്. അതിൻ്റെ പേരാണ് ദിഫു ചുരം. ഈ ചുരത്തിൽ നമ്മളുടെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലാണ് ദിഫു ചുരം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മ്യാൻമാറും അതുപോലെ തന്നെ ചൈനയും അവകാശവാദ ഉന്നയിക്കുന്ന ചുരമാണ് ദിഫു ചുരം. ഇന്ത്യയുടെ കോഡ് അറിയാമല്ലോ, ഇന്ദു. ഇന്ത്യയുടെ കോഡ് ഇന്ദു. ചൈനയുടെ കോഡ് ചായ്. മ്യാൻമാറിൻ്റെ കോഡ് കണ്ടോണം. ഈ മ്യാൻമാറിൻ്റെ Y അങ്ങോട്ട് മാറ്റി, എന്നിട്ട് ഈ R അങ്ങോട്ട് മാറ്റി, എന്നിട്ട് ഈ N ഇവിടെ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തിട്ടു. അപ്പോൾ നമുക്ക് മ്യാൻമാറിനൊരു നല്ല കോഡ് കിട്ടി, മാമൻ. അപ്പോൾ മ്യാൻമാറിൻ്റെ കോഡ് മാമൻ, ചൈനയുടെ കോഡ് ചായ്, ഇന്ത്യയുടെ കോഡ് ഇന്ദു. ഇന്ദുവിൻ്റെ ദ്വീപിനെ മാമനും ചായയും നോട്ടപ്പെടുന്നുണ്ട്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട കോഡ്. ഇന്ദുവിൻ്റെ ദ്വീപിനെ മാമനും ചായയും നോട്ടമിടുന്നുണ്ട്. ഇന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ദ്വീപ് എന്ന് പറഞ്ഞാൽ ദിഫു ചുരം, മാമൻ എന്ന് പറഞ്ഞാൽ മ്യാൻമാർ, ചായ് എന്ന് പറഞ്ഞാൽ ചൈന. ഇന്ദുവിൻ്റെ ദ്വീപിനെ മാമനും ചായയും നോട്ടമിടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ദിഫു ചുരം. ദിഖാങ് ചുരം, ദിഹാങ് ചുരം. അരുണാചൽ പ്രദേശ്, മ്യാൻമാർ. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ദിഖാങ് ചുരം. മ്യാൻമാറിലെ മാണ്ഡലെ എന്ന് പറയുന്ന സ്ഥലവുമായാണ് ഈ ചുരം അരുണാചൽ പ്രദേശിനെ ബന്ധിപ്പിക്കുന്നത്. ഇത് അരുണാചൽ പ്രദേശ് മ്യാൻമാർ ചുരം എന്നാണ് അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിൻ്റെ കോഡ് നിങ്ങൾക്കറിയാം, അരുൺ. മ്യാൻമാറിൻ്റെ കോഡ് നമ്മൾ പഠിച്ചു, മാമൻ. ഇതാണ് അരുണിൻ്റെ മാമൻ ചുരത്തിൽ തൂങ്ങി ദാ. ഇതാണ് കോഡ്. അരുണിൻ്റെ മാമൻ ചുരത്തിൽ തൂങ്ങി ദാ. അരുണിൻ്റെ എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ്, മാമൻ എന്ന് പറഞ്ഞാൽ മ്യാൻമാർ, ചുരത്തിൽ. തൂങ്ങി എന്ന് പറഞ്ഞാൽ ഹാങ്, ദാ, ദി ഹാങ്. തൂങ്ങി എന്ന് പറഞ്ഞാൽ ഹാങ്. ഹാങ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥമാണല്ലോ തൂങ്ങി. ദാ എന്ന് പറഞ്ഞാൽ ദിഹാങ് ചുരം എവിടെയാണ്? അരുണാചൽ പ്രദേശ് ടു മ്യാൻമാർ. ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ്, ഫോർട്ടുല, നമിക്കല ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫോർട്ടുല, നമിക്കല ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ലഡാക്കിലാണ് ഫോർട്ടുല, നമിക്കല ചുരം സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചിരിക്കാൻ, ഓർത്തിരിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഓർത്താൽ മതി. ഇനി പറ്റാത്തവരുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കോഡ് പറയാം. ഫോർട്ടുലയെ നമിക്കുന്നു ലേഖ. ലഡാക്കിൻ്റെ കോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ലേഖ. ഫോർട്ടുലയെ നമിക്കുന്നു, നമിക്കല. ഫോർട്ടുല, നമിക്കല, ലഡാക്ക്. ഫോർട്ടുലയും നമിക്കലയും എവിടെയാണ്? ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ചുരങ്ങളാണ് ആവർത്തിക്കപ്പെടുന്ന, ചോദിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചുരങ്ങൾ. ഇത്രയും നിങ്ങൾ ഈ പഠിച്ചു വെച്ചാൽ, ഈ സിമ്പിൾ കോഡിലൂടെ പഠിച്ചു വെച്ചാൽ ചുരങ്ങളുടെ ഒരു മാർക്ക് നമുക്ക് സ്വന്തമായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.